ഹലോ ഫ്രണ്ട്സ്, 2 ദിവസത്തെ വീക്കെൻഡ് യാത്രയുടെ ഭാഗമായി കൊച്ചിയിലെ മഹാനവമി ഹെറിറ്റേജ് ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. PWDയുടെ അണ്ടറിൽ ഉള്ളൊരു ഹോട്ടലാണിത്. വളരെ പഴക്കം ചെന്നൊരു ബിൽഡിങ്ങിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫർണിച്ചേഴ്സും ഇതിൻ്റെ ഒരു ആംബിയൻസൊക്കെ ഒരു എന്താ പറയുക, നല്ല രസമുള്ളൊരു വൈബാണ് ഇവിടെ. നമ്മൾ പഴയ വീടുകളിലൊക്കെ താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഈ ഹോട്ടലും ഇതിൻ്റെ ഒരു ആംബിയൻസൊക്കെ ഇഷ്ടമാവും. ഏകദേശം 3 മണിയോട് കൂടി ഹോട്ടലിലെത്തി. ഇനി രാത്രി കൊച്ചിയിലേക്ക് ഒന്ന് കറങ്ങണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വരുന്ന റോഡ് തന്നെ കാണാം. ആലുവ മണപ്പുറത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നല്ല സ്പേസ് ഉള്ളൊരു റൂമാണിത്. ഇവിടെ ഏകദേശം ഒരു 3 AC റൂമുകളാണ് നിലവിൽ ഞാൻ കണ്ടത്. ബാക്കിയെല്ലാം നോർമൽ നോൺ AC റൂമുകളാണ്. എല്ലാം ഒരു ഹെറിറ്റേജ് പഴമ കീപ്പ് ചെയ്യുന്ന രീതിക്ക്. പിന്നെ ഗവൺമെൻറ്റിൻ്റെതായതുകൊണ്ട് ചില പോരായ്മകളും ഉണ്ടെന്ന് പറയാം. പിന്നെ ഇവിടെ ഒത്തിരി പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടു. ഈ സിമെൻറ്റിൽ വർക്ക് ചെയ്ത കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം വന്നിട്ട് ഈ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കണ്ടു. ഈ ഹോട്ടലിൽ നടുമുറ്റുണ്ട്. ഈ നടുമുറ്റം നല്ല ഒരു വൈബുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു മാവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആലുവ മണപ്പുറത്തേക്കാണ് പോയത്. കാലാവസ്ഥ ഭയങ്കര മോശമായുള്ളൊരു സമയമായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു. ആലുവ ശിവക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഈ വാക്കിംഗ് ബ്രിഡ്ജിലൂടെ നടന്നുപോയി. ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തെ ഇവിടെ ഉള്ള ഒരു ആംബിയൻസ് നല്ല രസമാണ്. പുറത്തുനിന്നുള്ള ഈ ചെറിയ കാറ്റും അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്നുള്ള ഭക്തിഗാനങ്ങളൊക്കെ കേട്ട് ഈവനിങ് നല്ലൊരു വൈബിലിങ്ങനെ ഇരിക്കാൻ പറ്റും. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മട്ടാഞ്ചേരി സിനഗോഗിലേക്കാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് രാത്രി ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നത്. രാത്രി 8 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ എല്ലാ കടകളും അടയ്ക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര നിശബ്ദമായൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ പോലീസും അവരുടെ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുണ്ട് ഈ ലൈറ്റിങ്ങിലൊക്കെ ഈ ഒരു ചർച്ച് കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ നിന്ന് വൈകിട്ടൊരു പാട്ടുണ്ട്. ഇവരുടെ ഫാമിലീസ് ആരും അവിടെ സ്റ്റേ ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അവരവിടുന്ന് അവരുടേതായ ഒരു ലാംഗ്വേജിൽ പാട്ടൊക്കെ പാടുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഞങ്ങൾ ആസ്വദിച്ച് നിന്നു. പിന്നെ ക്യൂൻസ് ബേയിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു മസാല ചായയൊക്കെ കുടിച്ച് നല്ല റൂമിലേക്ക് തിരിച്ചു. ഇനി നാളെ രാവിലെ ആതിരപ്പള്ളിക്കുള്ള കാഴ്ചകൾ കാണാം.